ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. മീൻ കൃഷിയെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. അക്വാപോണിക്സ് രീതിയിലുള്ള കൃഷികളൊക്കെ അതല്ലാതെ മീൻ കൃഷി തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമാണ് വൈദ്യുതി. അതായത് വൈദ്യുതി ചാർജ് കൂടുന്നു എന്നുള്ള ഒരു കാരണമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ അക്വാപോണിക്സിൽ നിന്ന് വൈദ്യുതിയും കൂടി ഉൽപ്പാദിപ്പിച്ചാലോ? ഒരു 6-7 വർഷമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന മീൻകുളം ചെയ്തിരിക്കുന്നത്, അതായത് തറ നിരപ്പിൽ നിന്നും നിലത്തു നിന്നും ഒരു 3 അടി പൊക്കത്തിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം സക്ക് ചെയ്ത് നമുക്ക് ഈ ഗ്രോ ബെഡിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബെഡ് കാണാം. ഗ്രോ ബെഡും കുളത്തിൻ്റെ പൊക്കവും ഏകദേശം വാട്ടർ ലെവലും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ശകലം പൊങ്ങിയാണ് ഈ ഗ്രോ ബെഡിനകത്തെ ഗ്രാവൽ നിരത്തിയിരിക്കുന്നത്. ഇതിനകത്താണ് പച്ചക്കറികൾ നട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം സക്ക് ചെയ്ത് കുളത്തിൽ നിന്ന് ഇതിനകത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ഇങ്ങേ അറ്റത്ത് ഒരു ചെറിയൊരു ഡ്രമ്മിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇവിടെ നിന്ന് അത് മറ്റൊരു ഡ്രമ്മിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് അതൊരു മോട്ടറിൻ്റെ സഹായത്തോടുകൂടി കുളത്തിലേക്ക് കൊടുക്കുന്നത്. നമുക്കിവിടെ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പുതിയ രീതിയിൽ ചെയ്തിരിക്കുന്ന കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് ഒരു 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് വഴിയാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വെള്ളം നേരെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡ്രമ്മിലേക്കാണ്. നേരെ നമ്മൾ ഗ്രോ ബെഡിലേക്കല്ല കൊടുത്തിരിക്കുന്നത്, ഇതുപോലൊരു ഡ്രമ്മിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സോളിഡ് വേസ്റ്റുകൾ ഇതിനകത്ത് വന്ന് അടിഞ്ഞിട്ട് ചെറിയൊരു കണ്ണിയുള്ള നെറ്റ്, അതായത് കൊതുകുവലയാണ്. കൊതുകുവല ഒരു 6 ഇഞ്ച് പൈപ്പിൽ ചുറ്റിയതിന് ശേഷം അതിനകത്തോട്ടാണ് ഈ ഒരു ഹോസ് 1.25 ഹോസ് കൊടുത്ത് ഇവിടെ നിന്ന് വെള്ളം ഗ്രോ ബെഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ ഗ്രോ ബെഡിലെ ഗ്രാവൽ നമുക്കെടുത്ത് കഴുകാനായിട്ട് പറ്റില്ല. കണ്ടമാനം സോളിഡ് വേസ്റ്റുകൾ അതിനകത്ത് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ കഴുകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡ്രമ്മിലേക്കാണ് എടുക്കുന്നത്. ഈ ഡ്രമ്മിൽ നിന്ന് അവസാനം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും അല്ല മാസത്തിലൊന്നും നമുക്കിത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഈ വെള്ളം ഗ്രോ ബെഡിൻ്റെ ഈ ഒരു അറ്റത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രോ ബെഡിലൂടെ അരിച്ചു വരുന്ന വെള്ളം ഇങ്ങേ അറ്റത്ത് ഒരു ഡ്രമ്മ് നമ്മൾ കട്ട് ചെയ്ത് പകുതിക്ക് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ആ ഒരു ഡ്രമ്മിലേക്ക് കൊടുത്ത് നേരെ കുളത്തിലേക്ക് കൊടുക്കുകയാണ് ഇത്ര നാളും ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ഒരു എനർജി വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ആ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വാട്ടർ വീൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കുറച്ച് എനർജി നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് വളരെ ചെറുതായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ കറങ്ങുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 1600 ലിറ്റർ വെള്ളമാണ് ആ ഒരു പമ്പ് കൊണ്ട് തള്ളുന്നത്. അപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനിയും ഇവിടെ നിന്നും ഈ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഈ വെള്ളം ഒരു 1.5 ഇഞ്ച് പൈപ്പിലൂടെ ഈ ഒരു ഡ്രമ്മിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ അടിയിലുള്ള ഈ ഒരു ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. 24 വോൾട്ടിൻ്റെ ഒരു BLDC പമ്പ് വെച്ച് ഇവിടെ നിന്നും അതൊരു മുകളിലേക്ക് ഒരു 500 ലിറ്റർ ടാങ്കിലേക്ക് നിറയ്ക്കുകയാണ്. ഈ വാട്ടർ ടാങ്കിൽ ഇനി എന്തേരം വെള്ളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വാട്ടർ ലെവൽ ഹോസ് വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ സമീപത്തുള്ള ഈ ഒരു എയർ പൈപ്പിൽ നിന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് ഹോസ്, നമുക്ക് വാട്ടർ ലെവൽ പിടിക്കുന്ന ഒരു ഹോസാണ്. ഈ ഹോസിലൂടെ വെള്ളം വലിച്ച് ഈ ടാങ്കിൻ്റെ സമീപത്തുള്ള ഈ ഒരു കൈവരിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കറക്റ്റ് ലെവൽ അറിയാനായിട്ട് പറ്റും. ടാങ്കിൽ എന്തേരം വെള്ളം ഉണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വെള്ളം താഴുന്നതനുസരിച്ച് ഈ വാട്ടർ ലെവലും താഴും. ഇനി ഈ ടാങ്കിൽ നിന്ന്, ഈ 500 ലിറ്റർ ടാങ്കിൽ നിന്നും 4 ഇഞ്ച് പൈപ്പ് വഴി ഏകദേശം ഒരു 60 അടി നീളത്തിൽ PVC പൈപ്പ് ഇട്ടിരിക്കുകയാണ്. പൈപ്പിൽ നമ്മൾ വെള്ളം ലോഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത് നേരെ ഒരു വാട്ടർ വീലിൻ്റെ അടുത്തേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ആ വെള്ളം വരുന്നത് ഇവിടെ ഒരു സ്പിയർ വാൽവിലേക്കാണ് വരുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു ബാക്കിലൊരു ലിവറുണ്ട്. ഈ ലിവർ തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഈ ഒരു വാട്ടർ വീലിലേക്കാണ് ഇവിടെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്പിയർ വാൽവിൽ നിന്നുള്ള വെള്ളം ഈ ഒരു വാട്ടർ വീലിലേക്കാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഈ വാട്ടർ വീലിൻ്റെ ഈ ഒരു കപ്പുകളെന്ന് പറയുന്നത് പെൽട്ടൺ വീലിനോട് സമാനമാണ്. എന്നാൽ പെൽട്ടൺ വീലിൻ്റെ കപ്പല്ല ഇത്, പെൽട്ടൺ വീലും അല്ല, ഏതാണ്ട് അതിനോട് സമാനമായിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഈ കപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ച് പൈപ്പ് നെടുകെ മുറിച്ചതിന് ശേഷം ഒരു ഷാഫ്റ്റിൽ 2 സ്ഥലത്തായിട്ട് വെച്ച് വെൽഡ് ചെയ്ത്, അതായത് ഒരു ദാ പോലുള്ള ഒരു ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കൊരു സ്പ്ലിറ്റർ ബ്ലേഡ്, ഈ സെൻറ്ററിലേക്ക്, അതായത് സ്പ്ലിറ്റർ ബ്ലേഡിലേക്കാണ് ഈ വെള്ളം വന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ വന്ന് അടിച്ച് അടുത്ത കപ്പ് വരുന്നു, വീണ്ടും അടുത്ത കപ്പ്, ഇങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് കറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഇത് 3ാമത്തെ വീലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഒരെണ്ണം ചെയ്തായിരുന്നു, അത് 2018 ഒരു വീല് ചെയ്തിരുന്നു.
അപ്പോൾ വെറുതെ ഈ ഒരു വാട്ടർ വീലിൽ വന്ന് വെള്ളം കൊണ്ടതിന് ശേഷം ഇത് ഒഴുകി പോവുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു പവർ സേവ് ഫിഷ് പോണ്ട് എന്നുള്ള ഒരു ആശയമാണ്. അതായത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ കൊടുക്കുന്ന വൈദ്യുതിയിൽ നിന്നും കുറച്ച് തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മറ്റൊരു സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് എയറേറ്ററുകൾ, നമുക്കറിയാം അക്വേറിയത്തിലും മീൻകുളത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന എയറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എയറേറ്ററുകൾ. ഈ എയറേറ്ററിൻ്റെ വൈദ്യുത ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. പകരം ഇതിൻ്റെ കംപ്രസർ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി വൈദ്യുതി ഉപയോഗിച്ചുള്ളത് വേണ്ട. ഇവിടെ കാണാം, ഇത് ഒരു വാൽവിൻ്റെ കംപ്രസറാണ് ഈ ഇരിക്കുന്നത്. ഇതുപോലത്തെ 4 കംപ്രസറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കംപ്രസറിനും ഓരോ മോട്ടോർ വീതം ഉണ്ടാവും. അതായത് ഓരോ മോട്ടറിനും പവർ സപ്ലൈ കൊടുത്തുകൊണ്ട് വേണം. ചെറിയ ഒരു 5 വാട്ട്സ് കറണ്ട് വല്ല മതിയായിരിക്കും. അപ്പോൾ അതുപോലുള്ള കറണ്ട് കൊടുത്തുകൊണ്ടാണ് ഇത് ഓരോന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ വൈദ്യുത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് നമുക്കിത് മെക്കാനിക്കൽ രീതിയിൽ പ്രവർത്തിപ്പിക്കാം. അതായത് ഈ മുകളിലെ സക്കർ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിനകത്ത് ഒരു വശത്തുകൂടി എയർ കയറുകയും മറുവശത്തുകൂടി ഈ വാൽവിലൂടെ എയർ തള്ളുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നേരെ കുളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കതിന് മെക്കാനിക്കൽ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് വൈദ്യുതി നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അതായത് വൈദ്യുതി ഇല്ലാതെ നമുക്ക് മെക്കാനിക്കൽ ടൈപ്പിൽ ഈ ഒരു എയറേറ്റർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മെക്കാനിക്കൽ എയറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു ഇരുമ്പിൻ്റെ സ്പോക്കറ്റായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. കാരണം ഇത് ഇരുമ്പ് ഈ ഒരു അലൂമിനിയം പ്ലേറ്റിലേക്ക് വന്ന് തട്ടിയാൽ അത് തേഞ്ഞു പോകും. അപ്പോൾ അതിന് പകരം ചെയ്തത് നമ്മൾ വീട്ടിലെ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്, കറിക്കരിയുന്ന ഒരു ബോർഡാണ്, ഫൈബർ ബോർഡാണ്. ഈ ഫൈബർ ബോർഡിൽ ഒരു ചെയിൻ സ്പോക്കറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനൊരു ബോസൊക്കെ പിടിപ്പിച്ച് അതാണ് ഈ ഒരു ഷാഫ്റ്റിലേക്ക്, വാട്ടർ വീലിൻ്റെ ഷാഫ്റ്റിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഓരോ പല്ലുകളും ഈ ഒരു സക്കറിൻ്റെ താഴെയുള്ള പ്ലേറ്റിലേക്ക് തട്ടുമ്പോൾ ഓരോന്ന് പൊങ്ങി താഴുന്നത് കാണാം. ഓരോ പ്രാവശ്യവും പൊങ്ങി താഴുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ഒരു വശത്തു നിന്ന് എയർ കയറുകയും മറ്റേ വാൽവിലൂടെ എയർ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഇതിനകത്തുകൂടി റിട്ടേൺ എയർ കയറുകയില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തുകൂടി നമുക്ക് എയർ വരും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് നമ്മൾ ഈ സ്റ്റോൺ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്, എയർ സ്റ്റോൺ നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇനി തീർന്നിട്ടില്ല. ഈ എയറേറ്റർ മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഇനി കാണാം, ഈ ഒരു വാട്ടർ വീലിൻ്റെ ഷാഫ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ചെയിൻ സ്പോക്കറ്റിനോട് ചേർന്ന് 4 എയറേറ്ററിൻ്റെ കംപ്രസറുകൾ. ഇനിയുള്ളത് നമുക്ക് വൈദ്യുതി തിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാണുന്ന ഈ ഒരു ആൾട്ടർനേറ്ററാണ്. 24 വോൾട്ടിൻ്റെ ഒരു ആൾട്ടർനേറ്ററാണ് ഇത്. അതായത് 20 വാട്ട്സ് കറണ്ട് നമുക്കിതിൽ നിന്ന് റിട്ടേൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലെ അടുക്കളയിലോ അല്ലെങ്കിൽ മുറ്റത്തോ അല്ലെങ്കിൽ ഈ പറമ്പിൽ തന്നെയോ അല്ലെങ്കിൽ പിള്ളേരുടെ പഠനമുറിയിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ നിന്നൊരു കണക്ഷൻ എടുത്തുകൊണ്ടിടുകയാണെങ്കിൽ ഒരു ബൾബ് പ്രകാശിപ്പിക്കുക. ഒന്നല്ല, 20 വാട്ട്സിൻ്റെ, ചിലപ്പം 10 വാട്ട്സിൻ്റെ 2 ബൾബോ അല്ലെങ്കിൽ 7 വാട്ട്സിൻ്റെ 3 ബൾബ് വരുമ്പോഴത്തേക്കിനും 21 വാട്ട്സ് ആവും. നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഒരു കുറച്ച് താഴ്ന്നുള്ളത് മതി. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 12 വാട്ട്സിൻ്റെ ഒരു ബൾബ്, DC ബൾബാണ്. 12 വാട്ട്സിൻ്റെ ഒരു DC ബൾബും അതുപോലെ തന്നെ 7 വാട്ട്സിൻ്റെ ഒരു DC ബൾബുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഒന്ന് കൊടുത്തു വെച്ചേക്കാം. ഇതിലെ കളർ കോഡൊക്കെ തെറ്റാണ് കൊടുത്തിരുന്നത്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ തെറ്റായിട്ടാണ് ഇവർ ഇത് കൊടുത്തിരിക്കുന്നത്. കളർ കോഡ് ബ്ലാക്കുമാണ് വരേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും റെഡും അതുപോലെ തന്നെ റെഡും ബ്ലാക്കുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കാണുന്നത് നമ്മൾ കുളത്തിലേക്ക് കൊടുത്തിരിക്കുന്ന എയറേറ്ററാണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇതിട്ടിരിക്കുന്നത്. നമ്മളിനി റണ്ണിങ് ആയി കഴിയുമ്പോഴത്തേക്കിനും ഈ 4 എയറേറ്റർ എന്നുള്ള ആ ഒരു ഹോസുകളും കണക്ട് ചെയ്തുകൊണ്ട്, അതായത് രണ്ടും വീതം കണക്ട് ചെയ്തുകൊണ്ട് ഈ 2 ഹോസുകളിലേക്ക് കൊടുത്തുകൊണ്ട് ഇതിവിടെ വന്നു കഴിഞ്ഞു ഒരു പൈപ്പിലൂടെയാണ്, ഒരു ഹോസിലൂടെ തന്നെ ഈ എയർ നേരെ കുളത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കുളത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കിത് 2 എണ്ണമായിട്ടോ അല്ലെങ്കിൽ 4 എണ്ണമായിട്ടോ ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒരെണ്ണമായിട്ട് തന്നെ നമുക്ക് ഒരു എയർ സ്റ്റോൺ കൊടുത്ത് അവിടെ അറേഞ്ച് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ തൽക്കാലം നമുക്കിത് ഇവിടെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇതുകൊണ്ടും തീർന്നിട്ടില്ല. നമ്മൾ എയറേറ്ററായി അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു DC ആൾട്ടർനേറ്റർ വെച്ചിട്ടുണ്ട്. ഇനി ഈ വാട്ടർ വീലിൽ വന്ന് വീഴുന്ന വെള്ളം
ഈ വാട്ടർ വീലിനെ കറക്കിയതിന് ശേഷം അതിലേക്കൂടെ വന്ന ഈ ഒരു സംഭരണിയിലേക്കാണ്, ഈ ഒരു ഡ്രമ്മിലേക്കാണ്, 50 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ടാങ്കിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നും കാണാം മറ്റൊരു പൈപ്പ് വഴി ഈ വെള്ളം തിരിച്ച് കുളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നേരെ കുളത്തിലേക്ക് പോകുകയല്ല, കുളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിസ്റ്റവും കൂടിയുണ്ട്. ഇവിടെ ഒരു റാംപമ്പുണ്ട്. റാംപമ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ എയറേറ്ററിൻ്റെ മാത്രമായിട്ടുള്ളതും റാംപമ്പിൻ്റെ മാത്രമായിട്ടുള്ളതും നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ്. റാംപമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ഒരു ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ കുളത്തിലേക്ക് വരുന്ന വാട്ടർ വീലിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഒരു പൈപ്പിലൂടെ വന്ന് 1 ഇഞ്ചിൻ്റെ പൈപ്പിലൂടെ വന്ന് ഈ ഒരു റാംപമ്പിലൂടെയാണ് കുളത്തിലേക്ക് വീഴുന്നത്. ഇനി ഈ റാംപമ്പിൽ നിന്ന് പോകുന്ന വെള്ളം നമുക്കറിയാം, ഒരു 10 അല്ലെങ്കിൽ ഒരു 15% വെള്ളമാണ് ഈ ഒരു റാംപമ്പിലൂടെ മുകളിലോട്ട് തള്ളുന്നത്. അതായത് നമ്മൾ ഏത് ലെവലിൽ നിന്നാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു 8-10 അടി ഉയരത്തിലേക്ക് നമുക്ക് കൊടുക്കാവുന്നത്. ഈ ഒരു 1/2 ഇഞ്ച് പൈപ്പിലൂടെയാണ് ഇനി വെള്ളം പോകുന്നത്. ഈ വെള്ളം വരുന്നത് നമ്മളിവിടെ ഒരു 2 പാത്തി വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ 2 പാത്തിയാണ്. നമ്മളിതിനകത്ത് പച്ചക്കറികൾ വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിനെ എപ്പോഴും നമ്മൾ വെള്ളം നനയ്ക്കാനോ അല്ലെങ്കിൽ മോട്ടർ കൊടുക്കാനോ ഒന്നും പറ്റുകയില്ല. എപ്പോഴും അത് കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിന് പകരം ഈ റാംപമ്പിലൂടെ വരുന്ന വെള്ളമാണ് ഈ ഒരു പാത്തിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു എൻഡിലേക്കാണ് വെള്ളം ഇവിടെ എത്തുന്നത്. അതിനുശേഷം കാണാം ഇതിനകത്ത് പച്ചക്കറി തൈയൊക്കെ നിൽപ്പുണ്ട്. ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാണ് ഈ ഒരു കുപ്പിയുടെ കട്ട് ചെയ്ത് ഇതിനകത്തായിരുന്നു ആദ്യം നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ വേരുകളൊക്കെ താഴെ കാണാം. ഇപ്പോൾ പുതിയ തൈയാണ് വെച്ചിരിക്കുന്നത്. പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ വഴുതന തുടങ്ങിയവയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഈ ഒരു പാത്തിയിൽ കൂടി ഒഴുകി ഈ പച്ചക്കറികൾക്കെല്ലാം കൊടുത്തുകൊണ്ട് ഒഴുകി ഇങ്ങേ അറ്റത്ത് വരികയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ടേൺ ചെയ്ത് വീണ്ടും അടുത്ത പാത്തിയിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഇതൊരു 5 മീറ്റർ, അതായത് മൊത്തം ഒരു 10 മീറ്ററാണ് പാത്തിയുള്ളത്. 5 മീറ്റർ വീണ്ടും ഒഴുകുകയാണ്. ഇതിനകത്തെല്ലാം നമ്മൾ പച്ചക്കറി വെച്ചിരിക്കുകയാണ്. ഇത് മുൻപ് നേരെ വെച്ചിരുന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കൃഷിയിൽ വെച്ചിരുന്നതാണ് അതെല്ലാം. അപ്പോൾ നേരത്തെ റാംപമ്പും ഈ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. വെള്ളം ഇനി ഇതിലേക്കൂടെ ഒഴുകി ഇങ്ങേ അറ്റത്തെത്തുകയാണ്. അപ്പോൾ ഇതുകൊണ്ടും ഇത് തീർന്നിട്ടില്ല. ഈ റാംപമ്പിലെ വെള്ളം ഈ പാത്തിയിൽ വന്നു, പാത്തിയിലൂടെ പച്ചക്കറികൾക്കെല്ലാം കൊടുത്തുകൊണ്ട് ഒഴുകി ഇവിടം വരെ എത്തി. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും മുന്നോട്ട് വരികയാണെങ്കിൽ ഈ വെള്ളം വീണ്ടും ഇവിടെ ഒന്നുകൂടെ ഒന്ന് ഫിൽറ്റർ ചെയ്യുകയാണ്. നമുക്കറിയാം ഫിൽറ്ററിൻ്റെ സ്പോഞ്ചാണ് ഈ കാണുന്നത്. ഇവിടെയുള്ള ഈ ഗ്രാവലിനെ ഇവിടെ വെച്ചൊന്ന് തടഞ്ഞു നിർത്തിക്കുകയാണ്. ഈ ഫിൽറ്റർ സ്പോഞ്ച് വെച്ചൊന്ന് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ഇതിനുള്ളിലൂടെ ഈ സ്പോഞ്ചിനുള്ളിലൂടെ വരുന്ന വെള്ളം നേരെ ഈ ഒരു ചിരട്ടക്കരി വെച്ചിരിക്കുകയാണ്. ഈ ചിരട്ടക്കരിക്കകത്തുകൂടിയാണ് വീണ്ടും വെള്ളം ഒഴുകുന്നത്. ഒഴുകി ഒന്നുകൂടെ എത്തി മറ്റൊരു സ്പോഞ്ചിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് വീണ്ടും ഗ്രാവൽ നിറച്ചിരിക്കുന്നു. ഈ ഗ്രാവലിലെത്തി വീണ്ടും ഒരു സ്പോഞ്ചും കൂടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഫിൽറ്റർ ചെയ്ത് ഇവിടെ എത്തുന്ന വെള്ളം ഒരു സ്പോഞ്ചും കൂടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ വെള്ളം പോകുന്നത് നേരെ കോഴിക്കൂട്ടിലേക്കാണ്. കോഴിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നേരെ കോഴിക്കൂട്ടിലേക്കാണ് വരുന്നത്. കാണാം, ഇവിടെ വെള്ളം കിടക്കുന്നത് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്ക് ഈ ഒരു തട്ടയിൽ നിന്ന് കുടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു തടവ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഈ പൈപ്പ് മുറിച്ചതിൻ്റെ മുകൾ ഭാഗം നമ്മളിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് കോഴി ഇതിനകത്തോട്ട് ചാടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കോഴിക്ക് വെള്ളം കുടിക്കാം. അത് നമ്മൾ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന വെള്ളം ഇത് വന്ന് ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു കണക്ടർ കൊടുത്തിരിക്കുകയാണ്. ഇതുവഴി ഈ വെള്ളം നേരെ കുളത്തിലേക്കാണ് പോകുന്നത്. നേരെ ഈ കുളത്തിലേക്ക് വന്ന് ചേരുകയാണ് വെള്ളം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം സിസ്റ്റം. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ 2 എഞ്ചിനീയർമാരാണ്, യുവ എഞ്ചിനീയർമാരെന്ന് പറയുന്നത് കൊച്ചു എഞ്ചിനീയർമാരാണ്. അപ്പോൾ ഇവരാണ് എൻ്റെ കൂടെ രാത്രിയും പകലും ഒക്കെ നിന്ന് ഇതിനുള്ള നിർദ്ദേശങ്ങൾ തരുന്നത്. അപ്പോൾ ചെറിയ കാര്യം പോലും ചിലപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവരാണ് അത് പറയുന്നത്. അച്ചാച്ചാ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും ശരിയാണ്, അത് അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെയും കൂടി ഇത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കാം. ഓക്കെ, കമൺ. ആദ്യം ചെയ്യുന്നത് നമ്മൾ വാട്ടർ ടാങ്ക് എന്നുള്ളതാണ് ഓണാക്കേണ്ടത്. വാട്ടർ ടാങ്ക് എന്ന് അച്ഛന് ഓണാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മാറിയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓണാക്കാൻ പോവുകയാണ്. ഈ സ്പിയർ വാൽവ് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഫ്ലൈ വീൽ എനർജിയിലാണ് നമ്മൾ ഈ ഒരു വാട്ടർ വീൽ ചെയ്തിരിക്കുന്നത്. അതായത് നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു അറ്റത്ത്. അതൊരു നല്ലൊരു ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആദ്യം ഒന്ന് കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നല്ല ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. ഏതായാലും നമുക്കൊന്ന് ആ വെള്ളത്തിൻ്റെ ആ ഫോഴ്സിൽ തന്നെ നമുക്ക് അതിനൊന്ന് കറക്കാം. ഉണക്കാം, തിരിക്കാൻ പോവാം. അപ്പം വെള്ളം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫോഴ്സിലൊന്നും അത് കറങ്ങുകയില്ല. നമുക്ക് ശകലം കൂടെ കൂടി കൊടുക്കാം. ഇന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലോട്ട് ചിലപ്പോൾ വെള്ളം തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അനങ്ങി തുടങ്ങി. ഇവിടെ കറങ്ങി വരുന്നുണ്ട്. കറങ്ങി വരുന്നതിന് വരെ വെള്ളം സൈഡിലോട്ട് തെറിക്കും. കാരണം നമ്മുടെ മെക്കാനിക്കൽ എയറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. 4 എയറേറ്ററും വർക്കിംഗ് ആണ്. ഇതിവിടെ കാണാം, എയർ വരുന്ന കാണാം. ഇതിനകത്തെല്ലാം എയർ വരുന്ന കാണാം. ഇങ്ങേറ്റത്തേതുണ്ട്, ഇവിടെ ഒരു 2 എണ്ണം കിടപ്പുണ്ട്. ഇതിനകത്തെല്ലാം എയർ കിടപ്പുണ്ട്. ഇനി കാണാം നമ്മുടെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. 2 ബൾബും ഇവിടെ പ്രകാശിച്ച് നിൽക്കുകയാണ്. ഇനി മറ്റൊന്നുകൂടി കാണാം, വരിക. റാമ്പമ്പ് തുറന്ന് കൊടുത്തില്ല, അതുകൊണ്ട് അവിടെ ഓവർഫ്ലോ വരികയാണ്. ഇവിടെ റാമ്പമ്പ് തുറക്കുകയാണ്. ഇപ്പം എവിടെ വരും? ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇനി അത് ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട്. അപ്പം നമുക്കിവിടെ കുറച്ച് കവറിങ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പണി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ കവറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ പറ്റില്ല, സിസ്റ്റം കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കവറിങ് ചെയ്യാതിരിക്കുന്നത്. ഇനി നമുക്ക് കാണാം ആ റാമ്പമ്പിലൂടെയുള്ള വെള്ളം ഇനി അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇല്ല, നമുക്ക് അതിന് മുമ്പ് ഇവിടുന്ന് തുറന്നു കൊടുക്കേണ്ടതുണ്ട്. മേളിലോട്ടുള്ളതൊന്ന് തുറന്നു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലെ കൂടി വെള്ളം അങ്ങേ അറ്റത്തേക്ക് എത്തുകയാണ്. ഇവിടെ കാണാം, റാമ്പമ്പിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. നമ്മളിത് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാത്തിയിലൂടെയാണ് ഇനി വെള്ളം അങ്ങോട്ട് എത്തുന്നത്. നമ്മുടെ വെള്ളം ഏകദേശം ആദ്യത്തെ പാത്തിയിലൂടെ ഇങ്ങേ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ശകല സമയമെടുത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇത് ഫിൽട്ടർ ചെയ്ത് ഈ ഒരു ചെടികൾക്കൊക്കെ വെള്ളം നൽകിക്കൊണ്ട് നമ്മളിത് സിസ്റ്റം ഓൺ ആക്കിയിട്ടിരിക്കുമ്പോഴെല്ലാം തന്നെ ഇതിനകത്ത് ഈ പാത്തിയിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ അരിച്ച് ഇവിടെ എത്തിയ വെള്ളം ഒന്നുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ചിരട്ടക്കരിയും അതുപോലെ തന്നെ സ്പോഞ്ചും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്തുകൂടി ഒന്നുകൂടി ഒന്ന് ഫിൽട്ടർ ചെയ്ത് നേരെ കോഴിക്കൂട്ടിലേക്കാണ് പോകുന്നത്. കോഴിക്കൂട്ടിൽ നമ്മളിവിടെ കോഴി കുടിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കോഴിയൊക്കെ നിന്ന് കുടിക്കുന്നുണ്ട്. ഓരോരുത്തർ തീറ്റയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഓവർഫ്ലോ ആകുന്ന വെള്ളം ഇവിടുന്ന് വീണ്ടും ഈ ഒരു പൈപ്പിലൂടെ കുളത്തിലേക്ക് തന്നെ തിരിച്ച് ചെല്ലുകയാണ്. നമുക്ക് കാണുന്നുണ്ട് കോഴികളൊക്കെ വന്ന് ഓരോന്ന് വന്ന് കുടിക്കുന്നുണ്ട്, വെള്ളം വന്ന് കുടിക്കുന്നുണ്ട്. ഇത് താഴെ വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിമറിക്കുകയോ അല്ലെങ്കിൽ മണ്ണൊക്കെ ചകഞ്ഞ് അതിനകത്തേക്ക് ഇടുകയോ അല്ലെങ്കിൽ അതിനകത്തോട്ട് കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ പൊക്കത്തിലായതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം വന്ന് കയറി ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് കടന്നു പോകും. നമ്മുടെ റാമ്പമ്മ് വർക്കിങ്ങിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൾബൊക്കെ ഇവിടെ കത്തി തന്നെ നിൽപ്പുണ്ട്. ഇവിടെ ഈ വെള്ളം പുറത്തോട്ട് പോകുന്നത് ഒരു പോരായികയാണ്. നമുക്കിത് മൊത്തം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നൊന്നും കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അടയ്ക്കാതെ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ എയറേറ്ററുകൾ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ബൾബ് രണ്ടും വർക്കിംഗ് ആണ്. റാമ്പമ്പ്, എയറേറ്റർ, വൈദ്യുതി തുടങ്ങിയവയെല്ലാം വർക്കിങ്ങിലാണ്. ഇനി ഇതൊരു കുളത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ നിങ്ങളെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്.
12 വാട്ട്സിൻ്റെ 7 വാട്ട്സിൻ്റെയും ബൾബാണ് ഈ കത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ റാം പമ്പ് വർക്കിംഗ് ആണ്. ഇത് കാണാം, ഇവിടെ റാം പമ്പിലൂടെയുള്ള വെള്ളം ഇവിടെ എത്തുന്നുണ്ട്. പൈപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഈ ഒരു പാത്തിയിലൂടെ കടന്ന് വീണ്ടും കോഴിക്കൂട്ടിലെത്തുകയും കോഴിക്കൂട്ടിൽ നിന്ന് അത് വീണ്ടും കുളത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. കുളത്തിലോട്ടുള്ള എയറേറ്റർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ഒരു എയറേറ്ററിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 2 എണ്ണമാക്കിയിട്ട് കുളത്തിൻ്റെ 2 ഭാഗത്തോ അല്ല 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ഭാഗത്തായിട്ട് കൊടുക്കാം. ആ റാം പമ്പിൽ നിന്നുള്ള വെള്ളം പാത്തി വഴി ഒഴുകി കോഴിക്കൂട്ടിലെത്തി കോഴിക്കൂട്ടിൽ നിന്ന് കുളത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ എയറേറ്റർ വർക്ക് ചെയ്യുന്നു. റാം പമ്പും ഇപ്പോൾ വർക്കിങ്ങിലാണ്. അപ്പോൾ ഈ എനർജി കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഞാൻ ഇനി അടുത്തത് പരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ പല ഊർജ്ജ ഉപയോഗവും ഈ എനർജി കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് ഈ വാട്ടർ വീൽ എനർജിയിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.